ഈ നട്ടുച്ചക്ക് നോമ്പ് നോറ്റ് പുരിവയിലെത്തി 2 മണിക്കൂർ ബൈക്കിൽ യാത്ര ചെയ്ത് നോമ്പ് ഉറക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു ടീം വിളിച്ചാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അതാണ് ഹീലക്സ് സിഗ്സാഗ്, എന്റെ ഫിസിയോതെറാപ്പി സെന്റർ ആണ്. ഇന്ന് ഇവിടെ ഞങ്ങൾ ഒടിയന്മാരുടെ നോമ്പ് തുറയാണ്. എല്ലാവരും ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ്. 4 മാസമായി സർജറി കഴിഞ്ഞിട്ട് കാലിന്റെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സാബിർ സാർ വന്നിരിക്കുകയാണ്. ലഞ്ചസ് എടുക്കുമ്പോൾ കാലിന് ചെറിയൊരു വിറയലുണ്ട്. ആ വിറയല് മാറാനുള്ള ഒരു പരിപാടി കണ്ടിട്ട് എനിക്കെന്നെ ചെറിയ വരുന്നു. അങ്ങനെ 4 മാസത്തിന് ശേഷം എനിക്ക് സ്റ്റെബിലിറ്റി ഓക്കെയാണ്. ഇനി എനിക്ക് മൊബിലിറ്റി വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. പിന്നെ നമ്മളെ മെയിൻ പരിപാടി ഉണ്ടല്ലോ, ഫുഡ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്നും നോക്കിയില്ല, നോക്കിയിട്ട് നിന്ന് ബാങ്ക് കൊടുക്കണം. മറ്റവരൊക്കെ പണിയെടുക്കണത്. അതിന്റെ ഇടയിൽ നമ്മളെ കോച്ച് ആഷിം ബ്രോ, മൂപ്പരാണ് എന്റെ പേഴ്സണൽ ട്രെയിനർ. ഇന്നത്തെ ഇഫ്താർ നമ്മളെ കോച്ച് കൊണ്ടായി. വേതാളവും ഞാനും വിഭവങ്ങൾക്ക് മുമ്പിൽ വിജൃംഭിച്ച് നിന്നുപോയി. അതിന്റെ ഇടയിലാണ് ജിംഖാന തൃശ്ശൂരിന്റെ 4 സുഡുകൾ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഗസ്റ്റ്. പിന്നൊന്നും നോക്കിയില്ല, ഞാൻ തള്ളാൻ തുടങ്ങി. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇനി ക്യാപ്റ്റൻ ബർഷാൻ. ലിഗമെന്റ് പോയതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഫിഫ മഞ്ചേരിയിൽ ഇറങ്ങേണ്ട പ്ലെയർ ഇനി ഞാൻ. സുഡു നമ്മളെ തള്ളൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് 2026 നമ്മൾ വീണ്ടും കളിക്കാൻ ഇറങ്ങും.